എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എനിക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ വന്നപ്പം ലൈക്ക് ഒരു മെഡിറ്റേഷൻ എന്നുള്ളൊരു സംഭവം ഞാൻ മുന്നേ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മെഡിറ്റേഷനിലൂടെ ഇവൻറ്റ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു ഡേ ഒരു പ്രോഗ്രാമോ, ആക്ച്വലി ഞാനിവിടെ വരുന്നതിന് കുറച്ച് മുമ്പാണ് എണീറ്റത്. അപ്പോൾ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ബിഗിനിങ് ദ ഡേ വിത്ത് എ മെഡിറ്റേഷൻ. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത് ആക്ച്വലി. അപ്പം ഭയങ്കര ഒരു കാം എന്താ പറയുക, നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും മെഡിറ്റേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. അത് കുറച്ച് ദിവസമായിട്ടാണ് ആക്ച്വലി എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പം യുവർ വോയിസ് ഇസ് സോ ഗുഡ്. ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ പറയുന്ന പോലെയാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത്. ഇറ്റ്സ് സോ ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ആൻഡ് ആക്ച്വലി ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ ഡയറക്റ്റ് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഇതിൽ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ എന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീട് കോഴിക്കോട് തന്നെയാണ്. യൂഷ്വലി എല്ലാ പ്രോഗ്രാമത്തെ പോലെ എൻ്റെ ഉമ്മയും ഉപ്പയാണ് എൻ്റെ കൂടെ എപ്പോഴും വരാറുള്ളത്. സോ ഇന്ന് എൻ്റെ ഉമ്മ കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് ഒരുപാട് വേദികളിൽ പലരും എന്നെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് ഒരുപാട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നതിനേക്കാളിലും വൈകല്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വന്ന വ്യക്തിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഒരു മിനിറ്റ് ഞാനൊന്ന് ഇരുന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, ഈ അതിജീവനത്തിനേക്കാളും അത് ആക്ച്വലി ഞാൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഒരു മനസ്സമാധാനം ഉള്ളത്. ഇപ്പം എൻ്റെയോ എൻ്റെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരുടെയോ ഒക്കെ ഔട്ട് ഓഫ് കൺട്രോളിൽ ഉള്ളൊരു കാര്യമാണ് ഞാനിങ്ങനെ ജനിച്ചത്. അവർക്ക് പ്രത്യേകിച്ച് ഇപ്പം അവരുടെ കുഴപ്പം കൊണ്ടോ ആരുടെ കുഴപ്പം കൊണ്ടോ ഞാൻ ജനിച്ചത് ഇങ്ങനെ ആയത് അല്ല. അപ്പം ഇറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ആക്ച്വലി. അപ്പം എന്താ പറയുക, യൂഷ്വലി ഇപ്പോൾ കുറേ അമ്മമാരും ഉമ്മമാരും ഒക്കെ ഉണ്ടാവും. അപ്പം ആ സമയത്ത് ഇല്ല, ദിസ് ഇസ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. എന്നാൽ ഞാൻ ഒറ്റ സെക്കൻഡേ, സോറി. ഓക്കെ ഓക്കെ ഓക്കെ, മൈക്കാ പിടിക്കാം. താങ്ക് യു. ഹലോ ഹലോ ഹലോ. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഒരു ഇതുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജനിക്കുന്ന സമയത്ത് ഞാൻ കുറേ വേദികളിൽ മേ ബി നിങ്ങളൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും, സെയിം ഡയലോഗ് ആയിരിക്കാം മേ ബി. പക്ഷെ ഞാനിത് ഇത്ര ഈസി ആയിട്ട് ഇപ്പം ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടി ഇങ്ങനെ കയ്യും കാലും ഇല്ലാതെ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക്, അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അതിൻ്റെ ഡെപ്ത് ഭയങ്കര സീരിയസ് ആയിട്ട് മനസ്സിലാവും. ഇപ്പം ഈ അടുത്ത് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഇന്ന് രാവിലെ ഞാനും ഉമ്മയും ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മളവിടെ പോയപ്പോൾ ഒരു പേരൻറ്റിനെ കണ്ട്. ആ പേരൻറ്റിൻ്റെ ആ കുട്ടിക്ക് ചെവി കേൾക്കില്ല. അപ്പം അതുമാത്രമല്ല, അപ്പോൾ ഇങ്ങനെ നമ്മൾ റാൻഡമായിട്ട് ആൾക്കാരെ കാണുമ്പോൾ സംസാരിക്കുമല്ലോ. അപ്പോൾ സംസാരിച്ച സമയത്ത് ഈ പേരൻറ്റ് പറയാണ്, ആ കുട്ടി പഠിക്കാനൊന്നും പോകുന്നില്ല, ചെവി കേൾക്കില്ല, അപ്പോൾ സ്കൂളിലൊന്നും പോകുന്നില്ല പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഞെട്ടിപ്പോയി. കാരണം ചെവി കേൾക്കുന്നില്ല, അതിന് സന്നദ്ധമായിട്ടുള്ള സ്ഥാപനങ്ങളും സ്കൂളുകളും എല്ലാവരും ഉണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ ആ പേരൻ്റ് ആ ഒരു കുട്ടീൻ്റെ കാലിബറോ അല്ലെങ്കിൽ കപ്പാസിറ്റിയോ മനസ്സിലാക്കാതെ അതിനൊരു ആ കുട്ടിക്കൊരു ചാൻസ് പോലും കൊടുക്കാതെ ആ സ്കൂളിൽ പോകാൻ പറ്റില്ല, ചെവി കേൾക്കില്ല, പഠിക്കാൻ പറ്റില്ല, അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ എനിക്ക് മനസ്സിലായി ഹൗ ബ്ലെസ്ഡ് ഐ ആം ആക്ച്വലി. നമ്മൾ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പേരൻസ് ഇതല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ എന്താവുമെന്ന് സത്യമായിട്ടും. കാരണം ഇപ്പം എൻ്റെ ഉപ്പ ലൈക്ക് ജനിച്ചപ്പോൾ
ഇങ്ങനെ എന്താ പറയുക, കയ്യും കാലില്ലാത്തതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ സമയത്തും എൻ്റെ ഉപ്പ പറഞ്ഞത് എൻ്റെ മോളല്ലേ എനിക്ക് കാണണം എന്നാണ്. അതേമാതിരി എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. ആള് നോർമലി ഉള്ളൊരു കയ്യും കാലും ഒക്കെ ഉള്ളൊരു ആൾ തന്നെയാണ്. പക്ഷേ ഈക്വലായിരുന്നു ഞാനും എൻ്റെ ഇത്രയും ഏകദേശം ഞങ്ങൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഒരു പക്ഷേ എന്നെ വളർത്താനായിട്ട് ഒരു ഇത്തിരി എക്സ്ട്രാ എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചെറുപ്പം മുതലേ നടക്കാനാണെങ്കിലും ബാക്കി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിട്ട് ആണ് ഞാൻ ചെയ്യാറുള്ളത്. അതാണ് ആകെ എൻ്റെ ലൈഫിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ പുറമേ കാണുമ്പോഴൊക്കെ ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോഴും ആൾക്കാരൊക്കെ ഇങ്ങനെ ലൈക്ക് ഒന്ന് ഇമാജിൻ എന്നല്ല, ഇങ്ങനെയാണ് സംഭവം ഉണ്ടാവാറ്. ഒരാളിപ്പോൾ കണ്ട് എനിക്ക് കൈ നേരങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും എനിക്ക് കൈയില്ല, കാലിൻ്റെത് പലർക്കും മനസ്സിലാവില്ല. കൈയില്ല എന്നുള്ളത് നേരെ സാധാരണ ഒരു മനുഷ്യന് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഈ ആൾക്കാർ തോണ്ടിയിട്ട് ചോദിക്കും കൈയില്ല അല്ലേ എന്ന് ചോദിക്കും. അപ്പം ഉണ്ടാകുന്നൊരു ദേഷ്യമുണ്ട് എൻ്റെ അമ്മ. അത് കഴിഞ്ഞ് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വിഷമാവും, ഇവർക്ക് എന്താ കണ്ണുണ്ടൂടെ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ലൈക്ക് കയ്യില്ലെന്ന് വെച്ചാൽ ഞാൻ പറയാം കൈ മാത്രമല്ല കാലും ഇല്ല എന്ന് പറയും. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഐ ആം ഫൈൻ. ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. അപ്പം കയ്യും കാലും ഇല്ലാത്തതൊക്കെ സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ എനിക്കതും അങ്ങനെ ഭയങ്കര വലിയൊരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സീരിയസ്ലി. മേ ബി എന്നെ അങ്ങനെ എന്നെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് എനിക്കങ്ങനെ തോന്നാത്തത്. ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് ചെറുപ്പം മുതലേ എനിക്ക് ഫീഡ് ചെയ്ത് തന്നുകൊണ്ട് എനിക്കറിയാം. എന്നോട് ഉമ്മ എപ്പോഴും പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ അനുഗ്രഹങ്ങൾ എത്രത്തോളം വലുതാണ്. അപ്പം ഞാനത് നല്ലോണം ആലോചിക്കാറുണ്ട്. എൻ്റെ 2 കാലും വെപ്പുകാലാണ്. ആക്ച്വലി ഹിപ്പിൻ്റെ താഴോട്ട് മുതലേ വെപ്പുകാല് വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പം പാവം തോന്നിയേക്കാം, അയ്യോ ബുദ്ധിമുട്ടുന്നുണ്ടാവുമെന്ന് തോന്നിയേക്കാം. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടുണ്ട് നടക്കാനും. പക്ഷേ എനിക്ക് വേറെ ഒരു ഫൺ ഫാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതല്ലാതെ ആക്ച്വലി വേറെ പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല. സോ നമ്മൾ ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവും, ചില കാര്യങ്ങൾക്ക് അതൊരു റിയാലിറ്റി ആയിട്ട് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. എന്നാലേ നമുക്കൊരു ഗ്രോത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അത് മാറിയിട്ട് നമ്മൾ ശരിയാവാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂല, നമ്മൾ അവിടെ ഇരിക്കുള്ളൂ. അപ്പം ദിസ് ഈസ് ആക്ച്വലി ആക്സെപ്റ്റിംഗ് വാട്ട് ഐ ആം ആൻഡ് ഗോയിങ് ഫോർവേഡ്. പിന്നെ യുനോ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് എന്താ പറയുക, ലൈക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ ചെറുപ്പം മുതലേ എന്നെ എല്ലാവരും ഒരുപോലെ കണ്ടിട്ടുണ്ട് ഒരുപാട് സാഹചര്യങ്ങൾ. പക്ഷേ ഈക്വലി എന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു ചെറിയ എക്സാമ്പിൾ, പക്ഷെ അതെനിക്കൊരു ഭയങ്കര ഒരു ഹീറോയിക് സാധനമായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ അനുഭവപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ഉപ്പ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. അതേപോലെ എൻ്റെ ഉപ്പ ഒരു സ്കൂളിൽ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ, എൻ്റെ ഇത്ത പഠിച്ച സ്കൂളാണ് അത് ചെറുപ്പത്തിൽ. ആ സ്ഥാപനത്തിൽ എനിക്ക് അഡ്മിഷന് വേണ്ടി ചോദിച്ചു ചെന്നു. പറയുമ്പോൾ കുറേ വർഷത്തെ പരിചയമൊക്കെ ഉണ്ട് ആ മാനേജ്മെൻറ്റായിട്ട്. സോ അങ്ങനെ നമ്മളോടുള്ളൊരു കൺസിഡറേഷൻ കൊണ്ട് അവർ അഡ്മിഷൻ തരുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച്. അതായിരുന്നു നമ്മുടെ ഭാഗത്തെ തെറ്റ്. അവർ ആദ്യം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നൂറിന് കയ്യും കാലും ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും, അവരുടെ പഠിത്തത്തിനെ ബാധിക്കും. ആ കുട്ടികൾ എന്നെ സഹായിക്കുമ്പോൾ അവരുടെ സമയം പോവും, അവരുടെ അത്രയും പഠിക്കാനുള്ള സമയം പോവും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അഡ്മിഷൻ തന്നില്ല. അപ്പം പിന്നെ എൻ്റെ ഉപ്പ അങ്ങനെ വല്ലാണ്ട് കച്ചറുണ്ടാക്കി ഇതാക്കാനൊന്നുമില്ല. എന്ത് ചെയ്ത് ഞാൻ നമ്മുടെ സാധാ അല്ല ആ കൊല്ലം പിന്നെ നെക്സ്റ്റ് ഇയറും അതേ സ്കൂളിൽ തന്നെ ചേർന്നു അഡ്മിഷന്. അപ്പോഴും സെയിം ഡയലോഗ്, ഒരു വ്യത്യാസവും ഇല്ലാതെ അവർ പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ലൈക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പല ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ പല ഫ്രണ്ട്സ് പറഞ്ഞു CBSE ബോർഡിന് കംപ്ലയിൻറ്റ് കൊടുക്ക്, അത് ശരിയല്ല അങ്ങനെ എന്നൊക്കെ. അപ്പം ഉപ്പ പറഞ്ഞേ അങ്ങനെ കച്ചറുണ്ടാക്കി വാങ്ങേണ്ട ഒരു സംഭവമല്ല ആക്സെപ്റ്റൻസ്. ചോദിച്ച് മേടിച്ചുണ്ടാക്കേണ്ട സാധനമല്ല ആക്സെപ്റ്റൻസ്. അതൊരാൾക്ക് തോന്നണം, മനസ്സിലാവണം, എന്നിട്ട് തരേണ്ടതാണ് ആക്സെപ്റ്റൻസ്. ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ. അതല്ലല്ലോ, അത് മാത്രമല്ലല്ലോ നമ്മുടെ ലൈഫിലെ ഓപ്ഷൻ, അതിലും വലിയ വഴികൾ നമുക്കുണ്ട്. അങ്ങനെ ആ സ്കൂളിൽ നിന്ന് അത്രയും വിഷമത്തോടെ എൻ്റെ ഉമ്മയും ഉപ്പയും പടിയിറങ്ങി.
ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞു ക്ലാസ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞ് +1ഉം +2ഉം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് +2 കഴിഞ്ഞ സമയത്ത് ഇതേ സ്കൂള് അവരുടെ ആനുവൽ ഡേൻ്റെ ഇനോഗ്രേഷന് ചീഫ് ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചു. അതേ സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ ഇതേ കാര്യം പറഞ്ഞു. എനിക്ക് എന്താ പറയുക, ദേഷ്യം അങ്ങനത്തെ ഒരു സാധനമല്ല. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരൊന്നും ഇല്ലാത്തവരായിട്ട് കണക്കാക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പം അത് മേ ബി ഒരു ജീവിതാനുഭവം വെച്ചിട്ട് അവർക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പം ആ സ്കൂളിൽ അങ്ങനെയല്ല, ഡിഫറെൻ്റ് ഇവിടെയുള്ള കുറച്ച് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു പേഴ്സണലി എനിക്ക് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്. ഇത് ഒരുപാട് വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ ഭയങ്കരമാണ്. അതിനുശേഷം എന്താ പറയുക, സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതേപോലെ തന്നെ ഞാൻ പൊതുവേ വെപ്പുകാല് വെച്ച് നടക്കുന്നതുകൊണ്ട് സാധാരണ ആൾക്കാർ നടക്കുന്നതിനേക്കാളും ഒരു ഇച്ചിരി സ്പീഡ് കുറഞ്ഞിട്ടാണ് ഞാൻ നടക്കാറുണ്ടായിരുന്നത്. പണ്ട് ഉപയോഗിച്ചിരുന്ന കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടും ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അത് ബെൽറ്റൊക്കെ ഇട്ട് ടൈറ്റാക്കി കെട്ടി, ചിലപ്പോൾ കാല് മുറിയും, തൊലി ഇങ്ങനെ നല്ലോണം പോവും, ചോരയൊക്കെ വരും, നടക്കുമ്പോൾ വേദനയാവും, സോക്സ് കീറിപ്പോയിട്ട് ആ കീറിപ്പോയ ഇതുമലൊക്കെ കാല് തട്ടിയിട്ട് നമ്മുടെ സ്കിന്ന് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രിക്ഷൻ കാരണം മുറിയും. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ടിൽ ദ ഏജ് ഓഫ് 18 വെപ്പുകാല് വെച്ച് നടന്നിട്ട് എനിക്ക് മിക്കവാറും ഡേ ടു ഡേ തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ഇപ്പം എന്താ പറയുക, നിങ്ങൾക്കൊക്കെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോയി മാറ്റാം. എനിക്കത് പറ്റൂല. എനിക്ക് അളവെടുത്ത് ഇത് കിട്ടാൻ തന്നെ എടുക്കും കുറച്ച് ഒരു മേക്ക് ചെയ്ത് എല്ലാവരും സമയം. സോ ഇറ്റ് വാസ് ആക്ച്വലി നോട്ട് ഈസി ഫോർ മീ. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ എനിക്കത് ഈസി ആക്കി, അല്ലാതെ ഐ ഹാഡ് നോ അതർ ഓപ്ഷൻ. പിന്നെ 18 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറേ കണ്ടുപിടിച്ച് തപ്പി ഒരു ജർമ്മൻ കമ്പനി ഉണ്ട്, ഓട്ടോബോക്ക് എന്നാണ് പേര്. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും പ്രോ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ വെപ്പുകാല് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ നടക്കുന്നത്, 2 കാലും. ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ പൊതുവേ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ചിരിച്ച് കളിച്ച്, എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഐ എം ഗുഡ് വിത്ത് എവറി വൺ. ചിരിച്ച് കളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നൊരു ആളാണ് ഞാൻ. അവിടെ പോയതിന് ശേഷം കൊച്ചിയിലും ബാംഗ്ലൂരും ഒക്കെ അവരുടെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ ഈ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടായി. അതായത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ലൈക്ക് ഈ കാലിട്ട് നടക്കണതിന് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വെയിറ്റ് മാനേജ് ചെയ്യണം. ഒരു വെയിറ്റിൽ പോയിട്ടുണ്ടെങ്കിലേ നടക്കാൻ പറ്റുള്ളൂ. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ലോണം മധുരം കഴിച്ച് അത്യാവശ്യം നല്ല ചബ്ബിയായി, നടക്കാൻ പറ്റാണ്ട് ആർട്ടിഫിഷ്യൽ ലിംബ് കയറാൻ പറ്റാതെ വീൽ ചെയറിലായി. ഞാൻ വീട്ടിൽ മുട്ടുകുത്തി നടക്കും. അങ്ങനെ മുട്ടുകുത്തി നടന്നിട്ട് മുട്ടിന് കുറേ ബുദ്ധിമുട്ട് വന്ന് ഒരു മൈനർ സർജറിയൊക്കെ ചെയ്ത്, അങ്ങനെ സത്യം പറഞ്ഞാൽ ആരോഗ്യം കാരണം ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ ഞാനിങ്ങനെ ഒരു ഇരുന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ആരോഗ്യം, നല്ല ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമ്മളിപ്പോൾ ശീലിച്ചാൽ നമുക്കത് എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴത്തെ ഈ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ ജനറേഷനിൽ ഇപ്പം ഞാൻ ഏറ്റവും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മളോടൊക്കെ ഉമ്മ പച്ചക്കറി തിന്നാൻ പറയുമ്പോൾ ഇല്ലാത്ത ദേഷ്യമായിരിക്കും നമുക്ക് ഉമ്മാരോടും വീട്ടുകാരോടൊക്കെ. ചീരൻ്റെ ഉപ്പേരി, മുരിങ്ങൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന ടീംസ് ആയിരിക്കും, അല്ലേ? ബീട്രൂട്ടും ക്യാരറ്റൊക്കെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ എനിക്ക് പൊതുവെ പണ്ട് മുതലേ പച്ചക്കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒരു 6 months കൊണ്ട് ഞാൻ 57 ആയിരുന്നു. പറയുമ്പോൾ 57 അത്ര വലിയ വെയിറ്റ് ഒന്നും അല്ലെങ്കിലും എൻ്റെ കാലിന് അത് ഭയങ്കര നല്ല, ആക്ച്വലി എനിക്കത് നല്ലതല്ല. അങ്ങനെ ഞാൻ 17 കിലോ കുറച്ച്. ഇപ്പം ഞാൻ 40 kg. അത് ഞാൻ പട്ടിണി കിടന്ന് കുറച്ചൊന്നുമല്ല, നല്ല ഫുഡ് കഴിച്ച് എക്സസൈസ് ചെയ്ത് ജിമ്മിൽ പോയി. ആ ജിമ്മിൽ പോയ സമയത്തൊക്കെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇത്രയൊക്കെ എനർജി ഉണ്ടായിരുന്നു, ഞാൻ ഇത്ര അടിപൊളിയായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഉഷാറോടുകൂടി മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ പോകും. ഒരു 2 hours എങ്കിലും
കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം കുടിച്ച് തിരിഞ്ഞ് കളിച്ചിട്ടൊക്കെ ഞാൻ ചെയ്യും. അപ്പം ലെഗിൻ്റെ ട്രെയിനിങ്ങൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാരുണ്ടാവും ജിമ്മിൽ. സാധാരണ നമ്മൾ പോയാൽ ഒരു ടീം മടിയന്മാരും ഒരു ടീം ഉഷാറായിട്ട് ചെയ്യണവരുണ്ടാവും. അപ്പം എൻ്റെ ട്രെയിനറുണ്ട്, അവൾ എന്നെക്കാളും ചെറുതാണ്. അപ്പോൾ അവൾ ഞാനുള്ളപ്പോൾ എന്നെപ്പറ്റി ഒന്നും പറയില്ല. ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് പോയി പറയോ, ഇങ്ങനെ മടിയായിട്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ മടിഞ്ഞിരുന്നോ, അവൾ കണ്ടില്ലേ കാലില്ലായിട്ട് നിങ്ങളെക്കാളും ഡബിൾ വർക്കൗട്ട് ഉണ്ട്, ഇങ്ങനെ നടന്നോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. പക്ഷെ ഞാനുള്ളപ്പോൾ പറയൂല, ഞാൻ മെയിനാവുമല്ലോ. അപ്പം ലൈക്ക് അപ്പോഴും എന്നെ കാണിച്ചു കൊടുത്തിട്ട് കുറേ പേര് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവൾ ശ്രമിച്ചപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എൻ്റെ ഉമ്മ ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ട്, സാലഡ് ഉണ്ടാക്കാനാണെങ്കിലും ക്വാണ്ടിറ്റി ഫുഡിൻ്റെ കൺട്രോൾ ചെയ്തിട്ടാണെങ്കിൽ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അത്രയും കുറച്ചത്. ഇപ്പം ഞാൻ ഷുഗറില്ല, ഓയിലില്ല, അങ്ങനെ അധികം കാർബ്സൊന്നും കഴിക്കില്ല. അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഞാൻ പോകുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പ്രസന്നതയൊക്കെ ശരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഹെൽത്ത് ഈസ് വെൽത്ത്. ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഒരു ദിവസം ഒരു അരമണിക്കൂർ നമ്മൾ മൈൻഡിനും അരമണിക്കൂറെങ്കിലും നമ്മുടെ ബോഡിക്കും വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വ്യത്യാസം നമുക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ കയ്യും കാലും ഇല്ലാത്തതോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഫിസിക്കൽ പ്രശ്നം അല്ല ആക്ച്വലി എന്നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അതൊന്നും എന്നെ അത്ര വേദനിപ്പിച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷേ ചില ആൾക്കാർ കാരണം ഭയങ്കര പ്രയാസങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് ആക്ച്വലി എന്നിൽ തന്നെ കുറേ ട്രസ്റ്റ് ഇഷ്യൂ, വേറെ ഒറ്റ മനുഷ്യന്മാരെയും വിശ്വസിക്കാനോ ആരെയും വീട്ടിലേക്ക് ക്ഷണിക്കാനോ ഒന്നിനും തോന്നാത്ത ഭയങ്കര ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് ട്രബിളോ പേടിയോ ആൾക്കാരെ തന്നെ പേടിയാവുന്ന പല സാഹചര്യങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. മേ ബി ഐ ക്യാൻ സേ ആ ഒരു ഫേസിലൂടെയാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നതെന്നും പറയാം. പക്ഷേ ഒരു കാര്യം എൻ്റെ ലൈഫിൽ മുന്നേ സംഭവിച്ചിട്ടുള്ളൊരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളിലും അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, എന്തപ്പം ഇതിൻ്റെ അർത്ഥം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ സ്ലോലി അതിൻ്റെ ഒരു മീനിങ് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ തമാശക്ക് പറയും, ഇപ്പം എൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ കുറേ പേര് ഇങ്ങനെ എന്നെക്കാളും ബുദ്ധിമുട്ടുന്നവർ, ആംപ്യൂട്ടീസ്, കൈയും കാലും മുറിച്ച് മാറ്റേണ്ടി വന്നവർ, അങ്ങനത്തെ ഒക്കെ കുറേ പേരെ കണ്ട്. ഒരു കാരണം ഞാൻ ഇത്ര പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജന്മന കൈയും കാലും ഇല്ല. അതുകൊണ്ട് ആക്ച്വലി എനിക്ക് അതിൻ്റെ കൈൻ്റെയോ കാലിൻ്റെയോ സംഭവങ്ങൾ അറിയില്ല. എങ്ങനെയാണ് വിരൽ, എങ്ങനെയാണ് അല്ലെങ്കിൽ ബീച്ചിൽ പോകുമ്പോൾ ഈ തിരമാലകൾ കാലിൽ വന്ന് തട്ടുമ്പോൾ അതിൻ്റെ ഫീൽ എങ്ങനെയാണ് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഈ നഖം കടിക്കുമ്പോൾ എന്താ തോന്നുക, അതൊന്നും എനിക്കറിയില്ല. ആക്ച്വലി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എനിക്കില്ല. അതുകൊണ്ട് ഇല്ലാത്ത കാര്യം എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി അധികം ബോദർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അതാണ് ഒന്ന് എനിക്ക് ആക്സെപ്റ്റൻസ് എന്നെ എളുപ്പമാക്കി തന്നിട്ടുള്ളത്. പക്ഷേ വേറൊരു ഓപ്പോസിറ്റ് വേർഷൻ നോക്കുകയാണെങ്കിൽ, ഞാൻ മാത്രമുള്ളല്ലോ ഇങ്ങനെ, നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യും കാലും ഉണ്ടല്ലോ എന്ന് എനിക്ക് വിഷമിക്കാം. അങ്ങനെ ഞാൻ വിഷമിച്ചിട്ട് ഇപ്പം എനിക്ക് കയ്യും കാലും ഉണ്ടായി വരുമൊന്നുമില്ല. അതുകൊണ്ട് അതിലും ഒരു കാര്യമില്ല. എൻ്റെ സിസ്റ്റർ ചെറുപ്പത്തിൽ ഞാൻ അവൾ 5 വയസ്സോ 10 വയസ്സപ്പോൾ ഒക്കെ ആയപ്പോൾ ആണ് അല്ല ഞാൻ ചെറുതായിരുന്നു, അവൾ സ്കൂളിൽ പഠിക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു 5 വയസ്സൊക്കെ ആകുമ്പോൾ വിരലൊക്കെ ഇങ്ങനെ മുളച്ച് വരും, എന്നാൽ അപ്പോഴാണ് കൈയും കാലും ഒക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ്. അതിനൊരു 6-7 വയസ്സൊക്കെ ആവണം, എന്നാലാണ് മുളച്ചൊക്കെ വരിക. ഓക്ക് അങ്ങനെ മുളച്ച് വന്നതാണ് എന്നോട് പറഞ്ഞ് പറ്റിച്ചത്. എന്നിട്ട് ഞാൻ 6 വയസ്സ് 7 വയസ്സൊക്കെ കാത്തിരുന്ന്, എന്നിട്ട് വന്നോ ഇല്ല. പിന്നെ ഇത് ഞാൻ തമാശക്ക് പറയില്ല, ശരിക്കും നടന്ന സംഭവം. എന്നിട്ട് ലൈക്ക് ആ ഒരു തമാശ രൂപത്തിലാണെങ്കിലും എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായത് മുളച്ച് വരുന്ന സാധനമൊന്നുമല്ല. പിന്നെ എന്നോട് ഉമ്മ പറയാം, നീ മരിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചോ നിനക്ക് തരും, കൈയും കാലും ഒക്കെ ഇങ്ങനെ ഒരു കവറിലിട്ട് തരും, അപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ഓക്കെ ശരി വിശ്വസിച്ച് അങ്ങനെ ഞാൻ വിശ്വസിച്ചിരിക്കും. കുട്ടികളെ പറ്റിക്കാൻ സുഖമാണല്ലോ. ഓക്കെ, അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഈ കാലുണ്ടാക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ മനസ്സിലായി, ഓരോ കാലിൻ്റെയും പൈസ
ഒരു ഫുള്ള് തളർന്നു പോയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ പിടിച്ച് നടക്കാനായിട്ടൊക്കെ പറ്റും. അങ്ങനെ ഒരു ഫുൾ ബോഡി സെറ്റപ്പ്, അങ്ങനെ കാലിന് ഒക്കെ ആയിട്ട് 3 കോടി 4 കോടിയൊക്കെയാണ് ഓരോ കാലിൻ്റെ ജോയിൻറ്റിന് വരിക. ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കാല്, ഇതാണ് ജോയിൻറ്റ്, ഇതാണ് സോക്കറ്റ്. അപ്പം ഈ ജോയിൻ്റ് എന്ന് പറയുന്ന സാധനത്തിന് നല്ല പൈസയാണ്. എൻ്റെ 2 കാലിനും കൂടി അറൗണ്ട് 12 lakh. എൻ്റെ വീട്ടുകാരും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആ ഒരു എമൗണ്ട് ആക്കി. അപ്പോൾ ഈ 12 ലക്ഷത്തിൻ്റെ കാല് വെച്ചിട്ടാണ് ഞാൻ നടക്കണതെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര പൈസക്കാരത്തിയാണെന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. നിങ്ങളുടെ കാലിനും കയ്യിനും ഒക്കെ അതിനേക്കാളും പൈസ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ വല്ലതും അറിയൂ? 3 കോടി എന്നല്ല, എത്രയോ കോടി. നമുക്ക് പൈസയിലൊന്നും ഇതൊന്നും അളക്കാൻ പറ്റില്ല. ആക്ച്വലി എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയും, ഇതൊക്കെ കാശ് നിങ്ങൾക്ക് ഇതൊക്കെ ജന്മന ഉള്ളതുകൊണ്ട് യു ക്യാൻ വാക്ക്, സുഖമായിട്ട് നടക്കാം. മുട്ടുവേദന വന്നാൽ ഇച്ചിരി ഒന്ന് വേദന മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നടക്കുമ്പോൾ എന്താ സുഖം ഇനി. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ നിങ്ങളുടെ അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ മേ ബി നിങ്ങൾ ജനിച്ച് വീഴുമ്പോൾ നിങ്ങൾ പഠിച്ചവനോട് ചോദിച്ചോണ്ടൊന്നല്ല നിങ്ങൾക്ക് കിട്ടിയത്. ഞാൻ ചോദിക്കാൻ മറന്നുപോയതുകൊണ്ടല്ല എനിക്ക് തരാഞ്ഞത്. ഇതിനൊക്കെയാണ് നമ്മൾ ബ്ലെസ്സിങ്സ് വിളിക്കുക. മനസ്സിലായോ? ഇതൊക്കെയാണ് അനുഗ്രഹങ്ങൾ. ഇത് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് നമുക്കുണ്ടാവും ഗ്രേറ്റ്ഫുൾനെസ്, നന്ദി ഉണ്ടാവും. ഇത് നമ്മൾ എന്താ പറയുക, മുട്ടും പൊട്ടിയാലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞാലോ നമ്മളിങ്ങനെ വിഷമിക്കും, വേദനിക്കും. പക്ഷേ ഈ അനുഗ്രഹങ്ങളൊക്കെ ഇസ് സംതിങ് യു കനോട്ട് മെഷർ. മനസ്സിലായോ? അത് മനസ്സിലാകുന്ന സാഹചര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകാനും പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, സമയം എടുക്കണ്ടോ? അല്ലല്ലോ, ഓക്കെ 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 ഇല്ല 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 ഫൈൻ ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ ചെറിയൊരു ഹിൻ്റ് ഇട്ട് പോയായിരുന്നു. ലൈക്ക് ഞാൻ കുറേ ഇൻസൾട്ടുകൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മേ ബി ഇപ്പോൾ നൂർജലീല എന്ന് പറയുമ്പോൾ കുറേ പേരെന്നെ ചേർത്ത് പിടിക്കാനും കെട്ടിപ്പിടിക്കാനും എന്നെ കേട്ടിരിക്കാനും എനിക്ക് കൈയടിക്കാനും എന്നെ കാണാൻ ആഗ്രഹിക്കാനും ഒക്കെ ഉണ്ടാവും. പക്ഷേ there was a time when I faced the worst actually. ആ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്നാണെങ്കിലും ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം അത് ഇസ് വേഴ്സ് ദൻ എനിവൺ ക്യാൻ ഇമാജിൻ. പിന്നെ ഞാൻ വലുതായതിന് ശേഷം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പ്രമുഖ കോളേജിലാണ് പഠിച്ചത്. ഐ ഗെസ് മെനി ഓഫ് യു നോ, പക്ഷെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ നമ്മളുടെ മനസ്സിനെ എത്രത്തോളം സ്ട്രോങ് ആക്കാൻ പറ്റുന്നത് അത്രത്തോളം ഇൻസൾട്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തലാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. നമ്മൾ സിനിമയിൽ കേട്ടില്ലേ, ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ആക്ച്വലി ദാറ്റ് ഇസ് ട്രൂ. ഞാനിപ്പം ഈ ഭിന്നശേഷിക്കാരെ പറ്റിയിട്ട് കുറേ അറിയുന്നതും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമോ ബുദ്ധിമുട്ട് എന്തെങ്കിലും അവകാശങ്ങളൊക്കെ ഇതാക്കി കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം പിടിക്കും. ഞാൻ ചോദിക്കും, ഞാൻ പറയും. അങ്ങനത്തെ സാഹചര്യം വന്നപ്പോൾ നമ്മൾ ഈ ലിഫ്റ്റൊക്കെ ഉള്ളത് എല്ലാവർക്കും ഉപയോഗിക്കാനാണ്. ഡിഫറെൻ്റ് ഏബിൾഡായിട്ടുള്ള ആൾക്കാർക്ക് അത് ഈസി ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പലരിടത്തുനിന്നും, ഈവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് ഞാൻ കണക്കാക്കിയവരടുത്തുനിന്ന് പോലും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു ഡയലോഗ് ഉണ്ട്. നൂറിന് കയ്യും കാലും ഇല്ലാത്തത് അത് ഒരു പ്രിവിലേജ് ആക്കി എടുക്കുകയാണ്, അത് ഒരു അഹങ്കാരം ആക്കി എടുക്കുകയാണ്, അത് വെച്ചിട്ട് എല്ലാവരെയും എന്താ പറയുക വീഴ്ത്താനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ള പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കയ്യും കാലും ഇല്ലാത്തത് ഒരിക്കൽ മേ ബി ഒരു പ്രിവിലേജ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കാർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു ലൈഫാണ് എൻ്റെത്. നിങ്ങൾക്കൊക്കെ കോമൺ ആണ്, രാവിലെ എണീക്കുക, പല്ല് തേക്കുക, 2 കാലിൽ നടക്കുക, എവറിത്തിങ് ഇസ് യുനോ. നിങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക
ബാക്കിയുള്ളവരും നിങ്ങളൊക്കെ സെയിമാണ്. പക്ഷെ എൻ്റെ ലൈഫ് അങ്ങനെയല്ല. ഞാൻ രാവിലെ എണീച്ച് മുട്ടൂത്തി അടക്കുക. എൻ്റെ ലൈഫ് ഇതേപോലെ ജീവിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അതെനിക്ക് ഭയങ്കര ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്നെക്കാളും കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മേ ബി എൻ്റെ ആ ഒരു ലൈഫ് ജീവിക്കാനായിട്ട് പറ്റും. അവർ അത്രയും വേഴ്സ്റ്റിലൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു ലൈഫ് ഇത്രയും നല്ല ഭംഗിയിൽ ഇത്രയും ആക്സെപ്റ്റൻസിൽ ജീവിക്കാനായിട്ട് എനിക്ക് തന്നെ പറ്റുള്ളൂ എന്ന് ഞാൻ അത്രയും അടിച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മേ ബി ചിലപ്പോൾ അഹങ്കാരമായിട്ട് തോന്നാം. പക്ഷെ ഉണ്ടല്ലോ, ഇത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. കാരണം എനിക്ക് എന്നോട് തന്നെ ഒരു നീതി പുലർത്തുക, അല്ലെങ്കിൽ എന്നോട് തന്നെ ഒരു ഇഷ്ടം വേണമെങ്കിൽ എനിക്ക് ആക്ച്വലി ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം, എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ തന്നെ ഞാൻ ഇൻസ്പയർ ചെയ്യണം. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ഈ ഒരു ഇവൻറ്റിൻ്റെ ആണെങ്കിൽ യുണീക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും യുണീക്കാണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി ആരെങ്കിലും വന്നിട്ട് എന്നോട് പറയണം അവളെ കണ്ടുപഠിക്കും ഇവളെ കണ്ടുപഠിക്കുന്ന പറഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ ആരെയും കണ്ടുപഠിക്കുക, നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് ലൈഫിൽ മാതൃകയാക്കിയിട്ട് ചെയ്യാം. അല്ലാതെ അവളത്ര മാർക്ക് വാങ്ങുന്നുണ്ട് ഞാൻ അത്ര മാർക്ക് വാങ്ങണം എന്ന് പറയുമ്പോൾ ഞാൻ ആരും കയറ്റില്ല എൻ്റെ ലൈഫിലേക്ക്. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് ഭയങ്കര പിക്കി ആയിട്ടുണ്ട്. ചൂസ് ചെയ്തിട്ടേ ഞാൻ എടുക്കുള്ളൂ. കാരണം എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ, എൻ്റെ പോസിറ്റിവിറ്റിനെ, എൻ്റെ എനർജീനെ ബാധിക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ എൻ്റെ ലൈഫിൽ വന്നു പോവുകയുണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ പലവരെയും സഹായിക്കാറുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നമ്മളൊക്കെ പല ആൾക്കാരെയും സഹായിക്കാറുണ്ട് അല്ലേ? പല ആൾക്കാരെയും സഹായിക്കാറുണ്ട്. മേ ബി നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കൂല, അവർ നന്നാവട്ടെ, പേര് പറയാതെ നമ്മൾ കുറേ പേരെ സഹായിക്കാറുണ്ട്. നമ്മളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ കുറേ പേര് നമ്മൾ സഹായിക്കും. ചില ആൾക്കാരുണ്ട് സഹായിക്കുന്നത് നാലാൾ അറിയണം എന്ന് വിചാരിച്ച് സഹായിക്കുന്നവരുണ്ട് അല്ലേ? അതുണ്ട്. അതുമല്ലാതെ ഞാൻ ഇന്ന ആളെ സഹായിക്കുന്നുള്ളത് കൊണ്ട് ആ ആൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരേണ്ട ബാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് സഹായിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? സഹായിക്കുന്ന ആൾക്കാർ ഡിഫറെൻ്റാണ്. ഈ ലാസ്റ്റ് പറഞ്ഞ ടീമുണ്ടല്ലോ, അതാണ് ഭയങ്കര ഡേഞ്ചറസ്. അനുഭവമുണ്ട്. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കും അവർ നമുക്ക് വേണ്ടി എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ അറ്റ് ലാസ്റ്റ് എൻ്റെ ആ ഒരു ഊർജ്ജം മൊത്തം ഊറ്റിക്കൊണ്ടുപോകാനുള്ള ആ ഒരു എന്താ പറയുക കണ്ണിങ്നെസ്സും അങ്ങനത്തെ ആൾക്കാർക്കുണ്ടാവും. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ, ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സഹായിക്കാൻ ആൾക്കാർ വേണം. നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന മനുഷ്യന്മാരൊന്നുമല്ല. എല്ലാവരും ആവശ്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ഇതാക്കിക്കോളാന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ആൾക്കാർ സഹായിച്ചോട്ടെ, പക്ഷെ സഹായിക്കുന്നതിനൊക്കെ മുമ്പ് അത് നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് ആലോചിക്കാം. ഒരു സഹായം എന്ന് പറയുമ്പോൾ അത് വേറൊരാളുടെ ഒരു നിസ്സഹായത കൂടി ആയിട്ട് വരുമല്ലോ. പക്ഷെ ആ ഒരു നിസ്സഹായതനെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരുമുണ്ട്. പറയണ മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഗുഡായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ എനർജീനെ ആ ഒരു വൈബ്രൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആൾക്കാരെ ചൂസ് ചെയ്യണതും നമ്മൾ ശ്രമിക്കാം. നമ്മളോട് ഉമ്മമാരൊക്കെ പറയൂലേ, എൻ്റെ കൂട്ടുകെട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വടക്കാവൂട്ടോ എന്ന് പറയൂലേ, അതുമാതിരി തന്നെ ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ചിലത് നമ്മൾ ഈ പാടത്തൊക്കെ കർഷകർ ആവശ്യമില്ലാത്ത ചെടികൾ പറിച്ച് കളയില്ലേ, അതുമാതിരി നമ്മുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിത്ത് ഗ്രേസ്, വിത്ത് റെസ്പെക്റ്റ് പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. അത് സെൽഫിഷ് ആവുകയല്ല, നമുക്ക് നമ്മളോടുള്ളൊരു ഇഷ്ടവും. അത് മനസ്സിലാക്കാൻ എനിക്ക് ഇത്രയേറെ വർഷങ്ങൾ വന്നു. ഒരു പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർ കാരണം എനിക്ക് ഒരുപാട് പേരെ ലൈക്ക് ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമുക്ക് ആരെയും വിശ്വാസം ഉണ്ടാവില്ല. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു പൈസ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഒരാൾ നമ്മളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ വേറെ ഒരാളെ വിശ്വസിക്കാൻ ഒരു പേടിയുണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? നമ്മൾ കുറേ വട്ടം ആലോചിക്കും. അത് ബിസിനസ്സായതുകൊണ്ട് നമ്മൾ വിചാരിക്കും, നമ്മുടെ മനസ്സായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല.
പിന്നെ ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, ഈ അടുത്ത് ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കുണ്ട്. ഓഥറുടെ എനിക്ക് മറവിയുള്ളതുകൊണ്ട് ഓഥറുടെ പേര് ഓർമ്മയില്ല, പക്ഷേ 101 Essays That Will Change Your Life. ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. അതിൽ ഞാൻ വായിച്ചൊരു പാരഗ്രാഫ് ഉണ്ട്. ഈ സങ്കടം വരുന്നത് നമ്മളെ കൊല്ലൂല, ഡിപ്രഷൻ വരുന്നത് നമ്മളെ കൊല്ലൂല, ദേഷ്യം വരുന്നത് നമ്മളെ കൊല്ലൂല, ഈ ഇമോഷൻസിനൊക്കെ സപ്രസ് ചെയ്യുന്നത് നമ്മളെ കൊല്ലും. മനസ്സിലായോ? ആണുങ്ങൾ കരഞ്ഞാൽ മേഘം ഇടിഞ്ഞു വീഴും, നാട്ടുകാരുടെ മുമ്പിൽ ആരെങ്കിലും നോക്കുമ്പോൾ കരയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതത്ര നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇസ് ഇറ്റ് എ ഗുഡ് വേ? നോ, റൈറ്റ്? റീസെൻ്റ്ലി ഒരു സൈക്കോളജിസ്റ്റ് പോലത്തെ ഒരാൾ, അങ്ങനത്തെ ഒരു ഫീൽഡിലുള്ളവർക്ക് തന്നെ ഇത് പറയുന്നത് നാണക്കേടാണെന്ന് എനിക്കറിയാം. ദാറ്റ് പേഴ്സൺ, ദാറ്റ് ലേഡി എന്നോട് പറഞ്ഞത് 100 മോട്ടിവേഷണൽ സ്പീക്കറാണ്, 100 ഈ ചെറിയ കാര്യത്തിലൊന്നും കരയാൻ പാടില്ല. എനിക്ക് വന്ന ദേഷ്യമുണ്ടല്ലോ. ഞാൻ മേ ബി കേൾക്കണവർക്ക് ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ നമുക്ക് മാത്രമാണ് നമ്മുടെ പ്രശ്നം ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? വേറെ ആരും നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളെ മനസ്സിലാക്കിക്കോണമെന്നില്ല. അപ്പം അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നത് പോലെ ഒരു സെക്കൻഡ് പേഴ്സണിനെ നമ്മൾ സ്നേഹിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പറ്റുമായിരിക്കും ഔട്ട് ഓഫ് ട്രൂ ലവ്. മേ ബി ഞാൻ പറയും, എൻ്റെ ഉമ്മ എന്നെ സ്നേഹിക്കുന്നത് മേ ബി ഒന്നും മുന്നിൽ കണ്ടിട്ട് ഒന്നും ആയിരിക്കില്ല, ദാറ്റ് ഈസ് ട്രൂ ലവ്. പക്ഷേ എൻ്റെ ഉമ്മ ഉപ്പ, എൻ്റെ ആ ക്ലോസ് സർക്കിൾ, ബ്ലഡ്, അതല്ലാതെ മേ ബി ഒരു അതർ പേഴ്സണിനെ എന്നെ അത്ര ഡെപ്തിൽ സ്നേഹിക്കാൻ പറ്റില്ല. നമ്മളാദ്യം സ്നേഹിക്കണം. മനസ്സിലായോ? നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ദാറ്റ് ഈസ് ലൈഫ് ആക്ച്വലി. പ്രശ്നങ്ങളില്ലാണ്ട് ഒരു ഫണ്ണില്ല സത്യമായിട്ടും. ഇപ്പോഴും സന്തോഷമാണെങ്കിൽ എന്താ ഒരു വൈബ് ഉണ്ടാവില്ല. പിന്നെ അതേ ബുക്കിൽ ഞാൻ വായിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. കുറച്ച് കാലം കഴിഞ്ഞ് ചിലപ്പോൾ ആ സന്തോഷത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാൻ മതിയോ. എന്നും സന്തോഷിക്കാൻ എന്താ വഴി അറിയോ? നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കുക. ആ റുട്ടീൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. ആ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് ഉണ്ടാവും, നമ്മളെ മൈൻഡ് സമാധാനം ഉണ്ടാവും, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു നല്ലതായിരിക്കും നമ്മുടെ മൈൻഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്നും സന്തോഷിക്കാൻ പറ്റും. പിന്നെ കുറേ പേര് നമ്മൾ പലതും പറയാനുണ്ടാവും, നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യമാണത്. മനസ്സിലായോ? ഇപ്പോൾ എന്നെ പറ്റിയിട്ട് ഞാൻ കമൻറ്റിൽ തന്നെ കുറേ വായിച്ചിട്ടുണ്ട്, കയ്യും കാലും ഇല്ലാത്തത് വെച്ചിട്ട് ഫെയിം ഉണ്ടാക്കുക ഇന്നുവരെ കമൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ. അവർ പറയണതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരങ്ങനെ പറയുന്നുണ്ട് വിചാരിച്ച് ഞാൻ അങ്ങനെയല്ല. മനസ്സിലായോ? വേറൊരാൾ വന്നിട്ട് ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഒരു ഡിഫറെൻറ്റ് വേർഷനാണ് ഓരോരുത്തരിലുള്ളത്. ഇപ്പം എൻ്റെ എല്ലാ വേർഷനും ഉമ്മാക്കറിയുമെങ്കിലും പക്ഷെ നമ്മളുടെ ഓരോ വേർഷൻ, ചിലപ്പോൾ ഒരാൾക്ക് ഞാൻ ഭയങ്കര അഹങ്കാരിയായിരിക്കാം, ഒരാൾക്ക് ഞാൻ ഭയങ്കര പാവമായിരിക്കാം, ഒരാൾക്ക് ഞാൻ ഭയങ്കര ദുഷ്ടതയായിരിക്കാം. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നമ്മളെപ്പോഴും എല്ലാവരുടെ വാലിഡേഷന് വേണ്ടിയിട്ടല്ല നമ്മളുടെ ലൈഫ്. മനസ്സിലായോ? എല്ലാവരും നമ്മളെ പറ്റി നല്ലതൊന്നും പറയില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നത് തന്നെ അത്യാഗ്രഹമാണ്. പക്ഷേ നമുക്ക് നമ്മളോടൊരു ഇതുണ്ടാവണം, നമ്മൾ ഗുഡാണ്, നമ്മൾ നല്ലതാണ്, നമ്മളോടൊന്നൊരു ഇതില്ലേ. പിന്നെ ഈ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മെഡിറ്റേഷൻ തോന്നിയപ്പോൾ ഞാനിങ്ങനെ പതറിപ്പോയൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. സമാധാനമായിട്ട് ഇങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോഴും ചുറ്റുമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഭയങ്കര കോൺസെൻട്രേഷൻ കൊടുക്കാതെ എന്നിൽ തന്നെ കോൺസെൻട്രേഷൻ കൊടുത്തപ്പോൾ നമ്മളൊക്കെ കാണുന്നത്, നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ട്രൂ സെൽഫ് ഉണ്ടെന്ന് പറയില്ല, നമ്മുടെ മൈൻഡ് ഉണ്ടെന്ന് പറയില്ലേ. ആ മൈൻഡ് ഒരിക്കലും ഫേസ് ചെയ്യരുതായിരുന്ന പല ഇമോഷൻസും മൈൻഡ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല ഇമോഷൻസും ഞാൻ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മെഡിറ്റേഷൻ്റെ ആ ഒരു മൊമെൻ്റ് എത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു മൈൻഡും ഞാനും ഇങ്ങനെ നിൽക്കണ മാതിരി എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ ഒരു പതർച്ച ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഞാൻ എന്നോട് ഇത്ര ഹാർഷാവാൻ പാടില്ലായിരുന്നു. മനസ്സിലായോ? നമ്മൾ ഫേക്ക് ചെയ്യാനായിട്ട് നല്ലോണം പഠിക്കും അല്ലേ? നമ്മളോട് ചെറുപ്പത്തിൽ ആൾക്കാർ പറയല്ലോ, എന്താ ആൾക്കാരുടെ മുമ്പിലൊന്നും കരയാൻ പാടില്ല, കണ്ണുണക്ക് അത് മോശമാണ് പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കൊന്നും കേട്ടിട്ടുണ്ടാവില്ലേ?
ആണുങ്ങൾ കരയാൻ പാടില്ല. എന്താ അത്? നട്ടലുള്ളവരല്ലേ, കരയാൻ പാടില്ല. എന്താ നട്ടലുള്ളൊരു കാര്യമില്ലേ, കണ്ണീര് വരില്ലേ? ഇത് മേ ബി ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഒഫൻഡഡ് ആയിട്ട് തോന്നാതിരിക്കാം. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. കാരണം നിങ്ങൾ സന്തോഷം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തമാശ കേൾക്കുമ്പോൾ എത്ര നേരം അതോർത്ത് ചിരിക്കും, എത്ര നേരം ചിരിക്കും. ഒരു മേ ബി എൻ്റെ ഉമ്മയൊക്കെ ആണെങ്കിൽ ഇപ്പം പറഞ്ഞാലും ഇന്ന് ചിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഒരു സങ്കടമാണെങ്കിൽ നമ്മൾ എത്ര കാലം അത് നീട്ടിക്കൊണ്ടു. ഒരു സങ്കടമാണെങ്കിൽ ചിലപ്പോൾ മരിക്കണ വരെ നമ്മളത് നീട്ടിക്കൊണ്ടു, അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ചില സങ്കടങ്ങളൊക്കെ നമ്മൾ മറികടന്ന് അവിടെ വെക്കുമായിരിക്കും. മറികടക്കാന്നല്ല, അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അവിടെ വെക്കുമായിരിക്കും. പക്ഷെ ചില സങ്കടങ്ങൾ നമ്മൾ കൊണ്ട് നടക്കും. സന്തോഷം നമ്മൾ എന്താ അതേ ഇൻറ്റൻസിറ്റിയിൽ കൊണ്ടു നടക്കും, കുറവാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാൻ പറയാം. മേ ബി ഈ ഒരു പ്രായത്തിൽ ഓവർ മെച്യൂരിറ്റി ആയിപ്പോയെന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ എന്നോട് തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു സോഷ്യൽ മീഡിയ സ്ക്രീനിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു നൂർ ജലീല എന്നുള്ളതിനേക്കാളും ഏറെ ഐ ഹാവ് മൈ ഓൺ പേഴ്സണൽ പ്രോബ്ലംസ്. നിങ്ങൾക്ക് ആർക്കും ലൈക്ക് ഞാൻ എപ്പോഴും എൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് കാണിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഹാപ്പിയാണെന്നല്ല. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാനത് കരഞ്ഞു തീർക്കും. എൻ്റെ വീട്ടുകാർക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ അറിയാം. ഐ ഹാഡ് മൈ ഓൺ പാനിക് അറ്റാക്സ്. എനിക്ക് അത്രയും വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിലും എത്ര ഡൗൺ ആയിട്ടുണ്ടെങ്കിലും ഞാനൊന്ന് സമാധാനമായിട്ട് തന്നെ ഞാൻ ഇരിക്കും. രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി നേരം രാവിലെ ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വയറ് നിറച്ച് വെള്ളം കുടിക്കും. 2 ഗ്ലാസ് വെള്ളം കുടിക്കും. നല്ലതാണ്, നമ്മുടെ ഡേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അതേമാതിരി രാവിലെ എണീറ്റ് കണ്ണു തുറന്ന വേടെ റീൽസ് തൊണ്ടാൻ പോകുന്നതാണ് നമ്മുടെ പലരുടെ സ്വഭാവം, അല്ലേ? ആർക്കൊക്കെ ഉണ്ട് സ്വഭാവം? ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. പൊന്തിക്ക് എന്തോ ഷെയറോടെ പൊന്തിക്ക്. അപ്പോൾ കുറേ പേർക്കെങ്കിലും അതുണ്ടാവും. അത് നമ്മൾ രാവിലെ ഇട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്ക്. നമ്മൾ ഞാൻ എൻ്റെ റൊട്ടീനാണ് പറഞ്ഞുതരാം. രാവിലെ എണീക്കും, പല്ലേക്കും, എന്നിട്ട് 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും. എന്നിട്ട് കോലായിൽ പോയിട്ട് ഇച്ചിരേരം ഇരിക്കും. എനിക്കൊരു പൂച്ചക്കുട്ടിയുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ പോയി ഇത്തിരേരം ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ സൺലൈറ്റൊക്കെ കൊണ്ട് ഇച്ചിരേരം ഇരിക്കും. അത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഈ ഭൂമിയിലാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. മറ്റേത് നേരെ ഫോണിൽ പോകുമ്പോൾ നമ്മൾ വേറെ എവിടെയാണ്, ഒരു ഉഷാറുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കും. പിന്നെ എൻ്റേതായിട്ടുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. അന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണം, അത് ഞാനൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. പക്ഷെ ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യില്ല, ഇന്ന കാര്യം ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം, അങ്ങനെ ആക്കില്ല. എത്രത്തോളം ചെയ്യാൻ പറ്റും അത് ചെയ്യും. അത് ചെയ്തിട്ട് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ അത് ടിക്കിട്ട് രാത്രിയാകുമ്പോൾ ടു ഡു ലിസ്റ്റ് ഫില്ലായി കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ എൻ്റെ മോനെ, ഭയങ്കര സന്തോഷമാണ്. അത് പിന്നെ ഫുള്ള് നല്ല സമാധാനത്തോടെ എനിക്ക് ഉറങ്ങാം. അപ്പം മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ സന്തോഷം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ പറയുന്നത് എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഭയങ്കര ബോദർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് നന്നാക്കാൻ പറ്റുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അത് നന്നാക്കുക. നമ്മൾ തന്നെ ആവണം നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. ഈ കൊല്ലം ഞാൻ എന്താണോ അതിനേക്കാളൊരു ബെറ്റർ വേർഷനായിട്ട് നമ്മൾ അടുത്ത കൊല്ലം മാറാൻ പറ്റണം. അതായിരിക്കണം നമ്മുടെ കമ്പാരിസൺ. അല്ലാതെ ഇപ്പോൾ വേറൊരാൾ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതല്ല കമ്പാരിസൺ. ഈ കൊല്ലം ഞാൻ എന്താണോ അതിനേക്കാളും അടിപൊളിയായിട്ട് നമ്മൾ അടുത്ത കൊല്ലം ആവും. മനസ്സിലായോ? അതായിരിക്കണം നമ്മുടെ കമ്പാരിസൺ. പിന്നെ എന്താ പറയുക, എത്ര വലുതായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലെ കാര്യം കുട്ടിത്തമുണ്ട്, അത് നമ്മൾ കളയരുത്. ആക്ച്വലി നമ്മളോട് പറയും ഇത്ര പ്രായമായില്ല ഇപ്പോഴും കുട്ടികളി കളിച്ച് നടക്കുകയാണോ എന്നുള്ളത് പറയും. പക്ഷേ എൻ്റെ ഉമ്മ ഒരു മുഖം പൊത്തിച്ചിരിക്കണത്. അപ്പോൾ കുട്ടികളി ലൈക്ക് ഞാൻ പറയുക വെച്ചാൽ പഠിച്ചോന് നമുക്ക് കോഴിക്കോട് ബീച്ചും മാനാഞ്ചിറ മാത്രമല്ല സൃഷ്ടിച്ചിട്ടേക്കണത്, കുറേ കാണാൻ സൃഷ്ടിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. നമ്മൾ കണ്ണ് തുറന്ന് കാണുക. ആക്ച്വലി കുറേ കാണാനുണ്ട് നമ്മളോട്. ഇപ്പം ഞാനൊക്കെ എനിക്ക് പല ചാലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ബിലീഫിനെയും എല്ലാത്തിനെയും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉള്ളിൽ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളോട് പറയും അധികം ചോദ്യമൊന്നും പാടില്ല, അങ്ങനെ എന്താ പറയുക, ഓവർ സംശയങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറയും.
പക്ഷെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്നുണ്ടല്ലോ. അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴും എൻ്റെ ട്രൂ റിലിജിയൻ അല്ലെങ്കിൽ എൻ്റെ പടച്ചോൻ എന്താണ് എന്നോട് പറയുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബെറ്റർ വേർഷൻ ഓഫ് ഇസ്ലാം അല്ലെങ്കിൽ റിലിജിയനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ, എൻ്റെ ഒരു വിശ്വാസത്തിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ഞാൻ പടച്ചോനെ കാണുന്നത്. ഒരു എന്താ പറയുക, നമ്മളോട് പറയും പടച്ചോൻ്റെ അടിമകളാണ് നമ്മൾ, ഓഫ് കോഴ്സ്. പക്ഷേങ്കിലും എനിക്ക് അതിനേക്കാളേറെ ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ട് പോലെ കാണുന്നത്. ഞാൻ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്. അതൊരിക്കലും എനിക്ക് ബേർഡനിങ് അല്ല. ഇപ്പം ആരെങ്കിലും പോയി നിസ്കരിക്കുന്ന പറഞ്ഞാൽ പിന്നെ വഴിക്കൂല. പക്ഷേ ഞാൻ അത് ഇപ്പോൾ കുറേ ആയിട്ട് ഭയങ്കര മറ്റേതുണ്ടല്ലോ, 5 നേരം നിസ്കരിച്ചില്ലെങ്കിൽ നരകത്ത് പോകും, ആ ഒരു കോൺസെപ്റ്റിലല്ലാതെ 5 നേരം നിസ്കരിച്ചില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ്ഫുൾനെസ്, ഒരു ഫുൾനെസ് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോട്ട് കാരണം പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്കതൊരു മെഡിറ്റേഷൻ പോലെയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ സ്കിപ്പ് അടിക്കും, മടിയായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പക്ഷേ എങ്കിലും എനിക്ക് മനസ്സിലായി നമുക്ക് പഠിച്ചോന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമുക്ക് നമ്മളൊരു ലൈഫ് ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിക്കാനുള്ളൊരു വേ ഓഫ് ലൈഫ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് പഠിച്ചത്. അത് നമ്മൾ ഭയങ്കര ഭംഗിയിൽ പാലിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് നല്ലത്. മനസ്സിലായോ? അപ്പം ഞാൻ പറയാം, എൻ്റെ ഈ ഒരു ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് ജീവിതത്തിൽ അത്രയേറെ ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാനങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം, ഞാൻ അങ്ങനെ ഭയങ്കര പ്രതീക്ഷകളൊന്നുമില്ല. ഐ എം വെൽക്കം ടു എനിത്തിങ് ദാറ്റ് ഹാസ് ടു കം. പിന്നെ ഐ എം ഗ്രേറ്റ്ഫുൾ. എനിക്ക് കിട്ടിയതിനും താങ്ക് യു, കിട്ടാത്തതിനും താങ്ക് യു. ഇപ്പം കയ്യും കാലും ഞാനിങ്ങനെ വിചാരിക്കും, പക്ഷേ കയ്യും കാലം ഇല്ലാഞ്ഞുകൊണ്ടാണോ എനിക്ക് ഇങ്ങനെ അവസരങ്ങളൊക്കെ കിട്ടുന്നതെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ല, ഓരോരുത്തരുടെ മനക്കരുത്താണത്. ആക്ച്വലി ഫിസിക്കലി കുറേ ഇതുണ്ടാവുമായിരിക്കും, പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കാത്തത് എൻ്റെ മൈൻഡ് അത്ര സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരയാറുണ്ട്, തളരാറുണ്ട്. ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഹാപ്പൻസ്. ലൈഫ് ഹാപ്പൻസ്. അതാണ് ലൈഫിൽ, അത് മിക്സഡ് ആണ് ആക്ച്വലി. പിന്നെ ഉഷാറായിട്ട് പോവുക, ആരെയും കാണിക്കാൻ വേണ്ടി ജീവിക്കരുത്. മനസ്സിലായോ? നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാം. ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹിക്കുക, സ്വപ്നം കാണുക, ഇടയ്ക്കൊക്കെ ഒന്ന് ട്രിപ്പ് പോവുക ഒക്കെ. നമ്മുടെ ലൈഫ് എപ്പോഴും ഇങ്ങനെ ഒരേ റുട്ടീനല്ല. നമുക്ക് സ്കൂളിൽ പോലും സാറ്റർഡേ സൺഡേ മുടക്കി വരുന്നത് എന്തിനാ? ഹോംവർക്ക് ചെയ്യാൻ ഉണ്ട്, ഓക്കെ. അതല്ലാതെ കുട്ടികൾക്കൊരു റെസ്റ്റ് വേണ്ടേ? അതേമാതിരി ലൈഫിൽ നമ്മൾ റുട്ടീനെന്ന് ഒരു ഇച്ചിരി സമാധാനമൊക്കെ നമ്മൾ കൊടുക്കണ്ടേ? അല്ലേ? നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾക്ക് വേണ്ടി സന്തോഷിപ്പിക്കുന്ന കാര്യം, ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ ചെയ്തു കൊടുത്ത ഒരു ഏറ്റവും വലിയ കാര്യം എന്തായിരിക്കും? ഫുഡ്. അതൊരു സന്തോഷമാണ്. അതല്ലാതെ ട്രാവൽ ചെയ്യാം, പിന്നെ സ്വപ്നം കാണുക, കുറേ കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ ഉപ്പ എപ്പോഴും പറയും, പൈസ ഉണ്ടായിട്ട് നമുക്ക് ട്രിപ്പ് പോവാം. എന്നിട്ട് ഞാൻ ഉപ്പാനോട് പറയാം, അന്ന് ഞങ്ങൾ അവിടെ ഇരുന്നോ, ഉള്ളപ്പം ട്രിപ്പ് പോവുക, അപ്പോൾ നമുക്ക് ആഘോഷിക്കാം, സന്തോഷം. പിന്നെ ഫൈനലായിട്ട് ഞാൻ പറയാണ്, കാര്യം ശരിയാണ്. ഞാനും ഉപ്പയൊക്കെ വെറുതെ ഇങ്ങനെ കച്ചറുണ്ടാക്കുമെങ്കിലും ട്രൂലി നമ്മളൊരു ഏജിൽ ഏറ്റവും എനിമീസായിട്ട് കാണുന്നത് പേരൻസിനെ ആയിരിക്കും. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടമുണ്ടാകുന്നത് പേരൻസിനെ ആയിരിക്കും. അപ്പോൾ ഉമ്മ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു 5-6 കൊല്ലം മുമ്പ് എൻ്റെ ഉമ്മ തിരിച്ച് എന്നെ വിളിച്ചിട്ട് ചോദിക്കലുണ്ടായിരുന്നു, നീ എവിടെയാ, നീ എത്താനായോ? ഇപ്പം അത് നേരെ തിരിഞ്ഞ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പണ്ട് ഉമ്മമാരെ നമ്മളെ വിളിച്ച് വെറുപ്പിക്കും, ഇപ്പം ഉമ്മമാരെ വിളിച്ച് വെറുപ്പിക്കും. അവരാണ് ഇപ്പോൾ ചില്ലുമ്പളി വൈബായിട്ട് നടക്കണ ടീം. പക്ഷേ ലൈഫ് എൻജോയ് ചെയ്യുക, ഉഷാറാക്കുക. ആകെ എന്താ പറയുക, ചടച്ചിരുന്നിട്ട് വിഷമിച്ചിരിക്കുക, ഓക്കെ ഫൈൻ. പക്ഷേ നോ ദാറ്റ് യു ആർ സ്ട്രോങ് ഇനഫ് ടു കം ബാക്ക്. യു ഹാവ് ദാറ്റ് എബിലിറ്റി. നമ്മളിൽ വിശ്വസിക്കുക. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഞാൻ പിന്നെ പറയണതെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും അത് നിങ്ങളുടെ മനസ്സിൽ കയറണം. ഇത്രയൊക്കെ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ എൻ്റെ ഡിസബിലിറ്റി 90 ആണ്. അതായത് 10% ഉള്ളൂ.
ഈ 10% വെച്ചിട്ട് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മമ്മൂക്കാൻ്റെ അടുത്ത് നിന്ന് ഫിനിക്സ് അവാർഡ് വാങ്ങാൻ പറ്റി. അത് മൂപ്പരെ 2ാമത്തെ വട്ടമാണ് ഞാൻ കണ്ടത്. മമ്മൂക്കാൻ്റെ കൂടെ ഒരു ആഡിൽ അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഔട്ട് ഓഫ് ബ്ലൂ കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. ഈ ഫോട്ടോ ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നു, അതേപോലെ നടന്ന്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നടക്കും. അതിനൊരു ഭയങ്കര പവർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം ഞാൻ അടുത്ത 2025 വിഷൻ ബോർഡ് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് എഴുതി വെച്ച് അതിൻ്റെ ഫോട്ടോ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി. അതെന്നും കാണണം. നമ്മളോട് തന്നെ ഓർമ്മപ്പെടുത്തണം ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടാവും. അപ്പം ബിഫോർ ലീവിങ് ഞാൻ പറയാം, ഈ ഒരു ഇവൻ്റ് മേ ബി ഇത് കുറേ പേർക്കൊരു ഹീലിംഗ് ആവട്ടെ, ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആവട്ടെ, സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഒക്കെ ഒരു പാഠമാവട്ടെ ഇത്. അതേപോലെ വെരി താങ്ക്സ് ടു മൈ പേരൻസ്, പിന്നെ മൈ ഹസ്ബൻഡ്. ആക്ച്വലി ഒരു കുറച്ച് മെയിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഞങ്ങൾ കുറേ കാലമായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല എന്നുള്ള അത്രയും എന്താ പറയുക, കുറേ ഫെയിൽഡ് മാരേജസ് ഞാൻ എൻ്റെ ഫാമിലിയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഐ വാസ് ലൈക്ക് വെരി ഷുവർ ഞാൻ കെട്ടൂല, ഉറപ്പാന്നൊക്കെ. അങ്ങനെ ലാസ്റ്റ് എനിക്ക് ഹാജീനെ ഇഷ്ടമെന്നുള്ള കാര്യം വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ ഉമ്മനോട് പറയാം, എന്തൊക്കെയായിരുന്നു കെട്ടൂല എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ കല്യാണം എൻഗേജ്മെൻറ്റും കഴിഞ്ഞ് നിക്കാഹും കഴിഞ്ഞ്. അപ്പം നമ്മൾ വിചാരിക്കണ മാതിരി ആവൂല. നമ്മളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇറ്റ് ഈസ് സോ ഗുഡ് ടു ഗെറ്റ് മാരീഡ്. അല്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, സോറി. അപ്പം ജീവിതം ഉഷാറാക്കുക, സന്തോഷിച്ച് ജീവിക്കുക. യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എനിക്കാണോ ആർക്കെങ്കിലും എന്താ ചോദിക്കാനുണ്ടാവോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സോ എന്തെങ്കിലും ഒരു Q&A എന്നുള്ള രീതിയിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചിരിച്ചിരിക്കാല്ലോ എല്ലാവരും. എണീറ്റ് പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ തെറ്റുണ്ടായാൽ അതേ തീർത്താവുന്നതാണ്. നമ്മൾ നമുക്ക് വേണ്ടി ഒരു ലക്ഷ്യം കണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും അപ്പം കിട്ടുന്ന നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുഖത്ത് ചിരി വരുത്തിയതിനു ശേഷം നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ആണോ? വിച്ച് യു വിൽ ചൂസ് ആസ് ബെസ്റ്റ്? ട്രിക്കി ക്വസ്റ്റ്യൻ. പടച്ചോനെ പെട്ട്. അന്നെ ഒരാവശ്യമില്ലായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തു. ഇല്ല, ഞാൻ പറയാം. ഞാൻ തമാശക്കല്ലേ. ഞാൻ വേറൊരാളുടെ മുഖത്ത് സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ്ലി ഞാൻ ആക്ച്വലി എൻ്റെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവിനാണ് ഞാൻ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുക. അത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തെ പുഞ്ചിരി എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും കൊണ്ട് എൻ്റെ ആ ഒരു ഡെസിഷൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ, ഏറ്റവും സന്തോഷത്തോടു കൂടി ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്തുണ്ടാവുന്ന ഒരു ചിരി ഉണ്ടാവുമല്ലോ, ഞാൻ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ, അത് ഞാൻ വാല്യൂ ചെയ്യും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഐ ഹാവ് മെറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. കുറേ ആൾക്കാർ എന്നെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാരൊക്കെ 2 രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലും മോശം രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ ഏതാണ്, എങ്ങനെയായിരിക്കുമെന്നൊക്കെ.
അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് എൻ്റെ പാരൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസും ഇൻഫ്ലുവൻഷ്യലാണ് നമ്മുടെ ലൈഫിലെന്ന്. അപ്പം എൻ്റെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തത് ഏറ്റവും വാല്യൂ കൊടുക്കുന്നത് എൻ്റെ പേരൻസിനും എൻ്റെ സിബ്ലിങ്ങിനും എൻ്റെ ഹസ്ബൻഡിനുമാണ്. നമുക്കുള്ളത് മാത്രമേ പ്രത്യേക ഔട്ട്സോഴ്സ് ചെയ്യാൻ കഴിയൂ. അപ്പം ആദ്യമായിട്ട് താങ്കൾക്ക് സെൽഫ് കെയറും ഇവൻ സംഭവങ്ങൾ താങ്കളുടെ ഉള്ളിൽ താങ്കൾക്ക് കൊടുക്കുന്നത് മാത്രമാണ് താങ്കൾ പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ കഴിയുന്നത്. അതെ അതെ അതെ. ഗ്രേറ്റ് എക്സാമ്പിൾ, ഗ്രേറ്റ് ആൻസർ. അപ്രീഷിയേറ്റ് യു. താങ്ക് യു താങ്ക് യു. അല്ല ചോദിച്ചോ, കുഴപ്പമില്ല. അപ്പോഴാണ് ഞാനൊന്ന് ആലോചിച്ചത്. ഇന്ന് നൂർമാൻ ഷെയർ ചെയ്തതിൽ ഏറ്റവും ഒരു ഹീറോയിസ്റ്റിക് മൊമെന്റ് ആയിട്ട് തോന്നിയത് ആ അഡ്മിഷൻ നിഷേധിച്ച സ്കൂളിൽ പോയിട്ട് പിന്നെ അവിടെ ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന അപ്പൊ പിന്നെ അഡ്മിഷൻ സമയത്തുള്ള സ്റ്റാഫ്സ് ഒക്കെ പിന്നെ ആനുവൽ ഡേക്ക് ഇനാഗുറേഷന് പോയ സമയത്ത് അവർ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ആ കഥ ഷെയർ ചെയ്തപ്പോ അവരുടെ മുഖഭാവം എന്തായിരുന്നു? അതെ, നല്ല ക്വസ്റ്റ്യൻ. ആ ഒരു പെയിൻഫുൾ മൊമെൻ്റ് ഒഴിവാക്കി തരൂല എന്ന് പറഞ്ഞ പെയിൻഫുൾ മൊമെൻ്റ് ഞാനും ചെറുതാണ്, എനിക്ക് അത്ര ബോധമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കുമാണ്. അപ്പം അവരൊരു താഴ്ത്തിക്കെട്ടലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ മീൻ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ 12th വരെയെങ്കിലും ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണല്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് 12th കഴിഞ്ഞിട്ടാണല്ലോ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചത്. അപ്പം അത്രയും നാളും മനസ്സിലായത് അവരൊരു വേറെ കാണൽ എനിക്ക് ശരിക്കും ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ വന്നപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, കൊലച്ചിരി എന്നൊക്കെ പറയൂലേ, ലൈക്ക് ഉപ്പ ഇങ്ങനെ അർമാദിച്ച് ചിരിക്കുന്നത് ഞാൻ കുറേ കാലത്തിന് ശേഷമായിരുന്നു ആക്ച്വലി കണ്ടത്. പിന്നെ ഫ്രണ്ട് റോളിൽ തന്നെ ഉമ്മാക്കും ഉപ്പാക്കും മറ്റേ വെള്ള സോഫയിലൊക്കെ ആയിരുന്നു ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട് എനിക്ക് എക്സ്പ്രഷൻ നോക്കാൻ പറ്റില്ല. പക്ഷേ എന്തായാലും അവർക്ക് എന്തായാലും കൊണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ അവർക്ക് മനസ്സിലാകും, പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ മനസ്സിലാവില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പറയേണ്ട പോലെ നല്ലോണം ഞാൻ പറഞ്ഞതുകൊണ്ട് നല്ലൊരു മനസ്സമാധാനമുണ്ട്. ഗേൾസിനായിരിക്കെങ്കിലും എന്തെങ്കിലും? നൈസ് ടോക്ക്. താങ്ക് യു. പർപ്പസ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടൊരു ഇങ്ങനെ അടുപ്പിച്ച് പറയുന്നുണ്ടല്ലോ, ആൾക്കാരെ കൊണ്ട് ഭയങ്കര ഒരു ട്രസ്റ്റ് ഇഷ്യൂ സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിന്. അതിന് മുന്നേ വരെ ഐ വാസ് എ പേഴ്സൺ സീക്കിംഗ് ഫോർ വാലിഡേഷൻ. എല്ലാവരും എന്നെപ്പറ്റി നല്ലത് പറയണം, അതാണ്. അപ്പോഴാണല്ലോ നമുക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുക. എല്ലാവരും എന്നെ നല്ലതായിട്ടായിരിക്കും വിചാരിക്കുക, ആരും എന്നെ പറ്റിക്കൂലായിരിക്കും, എന്നെ വിഷമിപ്പിക്കൂലേക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതിനുശേഷം ഈ ചില ആൾക്കാർ കാരണമുണ്ടായ ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം, ലൈക്ക് ഈ ഒരു എക്സ്പീരിയൻസിന് മുമ്പ് പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ എന്താ പറയുക, ചില ആൾക്കാരുണ്ടാവുമല്ലോ നമ്മളെ നെഗറ്റീവ്ലി പറഞ്ഞു തളർത്തും. ഇതൊക്കെ ഒരു സ്വപ്നമാണോ, അല്ലെങ്കിൽ ഒരു ക്ലോസ് ഫ്രണ്ടായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി, ഹി ടോൾഡ് മീ, എനിക്ക് മമ്മൂക്കാൻ്റെ അടുത്ത് നിന്ന് ഫീനിക്സ് അവാർഡ് കിട്ടിയപ്പോൾ ദ സ്റ്റേറ്റ്മെൻറ്റ് ഹി ടോൾഡ് മീ വാസ്, നൂറ് ഇത് ഡിസേർവ് ഒന്നും ചെയ്യുന്നില്ല, നൂറൊരു ഓവർ അച്ചീവറാണ്, ഇതൊരു ഓവർനൈറ്റ് സക്സസ് മാതിരിയാണ് എനിക്ക് തോന്നുന്നത്, നിനക്കിത് കിട്ടേണ്ട ഇതുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക്, നിങ്ങൾ എന്താ പറയുന്നതെന്നാണ് ഞാനപ്പോൾ ആലോചിച്ചത്. അപ്പം എനിക്ക് മനസ്സിലായി ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. പിന്നെ ഞാനങ്ങനെ അധികം എനിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. ചില ആൾക്കാരെ നമ്മൾ ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും. പക്ഷെ നമുക്ക്
ആരെയൊക്കെ കട്ട് ഓഫ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ വാല്യൂ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് നമ്മൾ കട്ട് ഓഫ് ചെയ്യും. അത് ഭയങ്കര ഒരു എന്താ വാശിപ്പുറത്തോ അല്ലെങ്കിൽ ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ വെച്ചിട്ടൊന്നുമല്ല. നമ്മൾ നമ്മളുടെ എനർജിക്ക് അത്രയും വാല്യൂ കൊടുക്കണം. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിന് ശേഷം എനിക്ക് മനസ്സിലായി മറ്റുള്ളവർ നമ്മൾ പറയണത് എന്തും ആയിക്കോട്ടെ, മോശം പറയിപ്പിക്കരുത്, അങ്ങനെ ഒരുമാതിരി കുരുത്തക്കേടൊന്നും കളിച്ച് മോശം പറയിപ്പിക്കരുത്. പക്ഷെ നമ്മൾ എത്ര നന്നായിട്ടുണ്ടെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാവർക്കും ഇഷ്ടാവൊന്നുമില്ല. അത് ഇപ്പോൾ എനിക്ക് തന്നെ കുറേ ഹേറ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ എൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് മനസ്സിലായത് ഏറ്റവും ആദ്യം ഞാൻ എന്നെ ബഹുമാനിക്കണം. എൻ്റെ തീരുമാനങ്ങൾ ആൾക്കാർക്ക് സജഷൻസ് ഒക്കെ പറയാനോ ഒക്കെ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദ ഡിസിഷൻ ഷുഡ് ബി യോഴ്സ്. അതെനിക്ക് പഠിച്ചു. വേറെ ആൾക്കാർ എന്താ പറയുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു തോന്നൽ വരും അയാൾ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഈ തീരുമാനം എടുത്തത്, അന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നിങ്ങനെ ആവൂലായിരുന്നല്ലോ. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ഒരു ട്രൂ സെൽഫ്, എൻ്റെ ഒരു കപ്പാസിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എനിക്ക് വാല്യൂ കൊടുക്കാൻ മനസ്സിലായി. എൻ്റെ മൈൻഡ് കാമായിരിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ ഒരു നന്ദിയും സ്നേഹവും അവർ നമുക്ക് സ്നേഹം തന്നിട്ടുണ്ടെങ്കിൽ ദേ ഡിസേർവ് ടു ബി ലവ്ഡ്. പാരൻറ്റിങ് സ്റ്റൈൽ ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആണ്. ബട്ട് നോട്ട് ദാറ്റ് ഇറ്റ് നെവർ ഗെറ്റ്സ് ടോക്സിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ആക്ച്വലി എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ.